ക്രിസ്തു മാത്രം ദൈവമാകുന്നു. ആമേ. മുഖം തകർന്നു പോകട്ടെ. ചിലർ മൊട്ടയടിക്കുന്നു, ചിലർ താടി വളർത്തുന്നു, ചിലർ മുടി വളർത്തുന്നു, ചിലർ വട്ടമടിക്കുന്നു, ചിലർ വിഗ്രഹങ്ങൾക്ക് നേർച്ച നേരുന്നു, ചിലർ ജാതി മാറുന്നു, ചിലർ വസ്ത്രത്തിന്റെ കളർ മാറ്റുന്നു, ചിലർ പേരിലെ ചില അക്ഷരങ്ങൾ മാറ്റുന്നു, ചിലർ മതം മാറുന്നു, ചിലർ ശരീരത്തിൽ മുറിവ് ഏൽപ്പിക്കുന്നു, ചിലർ വിഗ്രഹത്തിന്റെ മുമ്പിൽ കിടന്ന് തുള്ളുന്നു, ചിലർ വിഗ്രഹത്തെ ദൈവമായി കരുതി തലയിലെടുത്ത് ചുമക്കുന്നു. ഇതൊക്കെയും കപടഭക്തിയാണ്. ആമേ, ആമേ. ഇത്ര ഈ കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടും ഒന്നും ഫലം കൂടാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതാണ് ലോകം. ആമേ. നീ എന്തെങ്കിലും ചെയ്ത് ലഭിക്കുന്നത് അല്ല സ്വർഗം. നിനക്ക് സ്വർഗം ലഭിക്കുവാൻ 2000 ആണ്ടുകൾക്ക് മുമ്പ് എന്റെ അപ്പൻ കുരിശിൽ എല്ലാം ചെയ്ത് തീർത്ത്. യോഹന്നാൻ 4-ാം അധ്യായത്തിൻ പ്രകാരം, യോഹന്നാൻ 17-ാം അധ്യായത്തിൻ പ്രകാരം വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. യേശു കർത്താവ് തന്നെ അരുളി ചെയ്യുന്നു, പിതാവാം ദൈവത്തിന്റെ പ്രവർത്തനം തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ഞാൻ ആ പ്രവർത്തനം തികച്ചിരിക്കുന്ന യോഹന്നാൻ 17:4 പിതാവിന്റെ പ്രവർത്തനം ഞാൻ തികച്ചിരിക്കുന്നു. ആകയാൽ തന്റെ ആത്മാവിനെ പിതാവാം ദൈവത്തിന്റെ തിരുക്കരത്തിൽ ഏൽപ്പിക്കും മുമ്പ് യേശു കർത്താവ് യോഹന്നാൻ 19-ാം അധ്യായം 30-ാം വചനത്തിലെ ഒരു വാക്ക് ഉച്ചരിച്ചത്. കുരിശിലെ മൊഴികൾ 7-ാമത്തെ മൊഴി, the last verse God uttered on the cross. നിവൃത്തിയായി. അതാണ് നിവൃത്തിയായി. It is finished. It is finished. എന്റെ മക്കൾക്കായി ഞാൻ എല്ലാം നിവൃത്തിയാക്കി. നീ നിവൃത്തിയാക്കേണ്ടത് ഒന്നുമില്ല. നീ ചെയ്യേണ്ടത് ഈ രാജാവിനെ ഹൃദയം തുറന്ന് സ്വീകരിക്കുക. That is sufficient. അത് മതി, അത് മതി. നിന്റെ ഹൃദയം തുറന്ന് യേശുവിനെ രക്ഷിതാവും ദൈവവുമായി സ്വീകരിക്കുക. ദൈവ പൈതലേ, അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന എല്ലാവരും ദൈവമക്കളാകുവാൻ യോഹന്നാൻ 1:12 പ്രകാരം ദൈവം അധികാരം കൊടുത്ത്. യേശു കർത്താവിന്റെ ഹൃദയത്തിൽ നീ കൈക്കൊള്ളുമ്പോൾ യഹൂദ രാജസിംഹമാണ് നിന്റെ ഉള്ളിൽ വരുന്നത്. സിംഹത്തിന്റെ പ്രത്യേകത സദൃശവാക്യം 30:30 പ്രകാരം ഒന്നിനും വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഒന്നിനും വഴിമാറാത്ത സിംഹം. ആമേൻ. യഹൂദ രാജസിംഹം നിന്റെ ഹൃദയത്തിൽ വരുമ്പോൾ അതേ സ്വഭാവം, ഒന്നിനും വഴിമാറാത്ത സിംഹത്തിന്റെ സ്വഭാവം. നീ കപടഭക്തിക്ക് വഴികൊടുക്കുകയില്ല, പാപത്തിന് വഴികൊടുക്കുകയില്ല, ഒന്നിനും വഴിമാറാത്ത സിംഹം ക്രിസ്തു ഹൃദയത്തിൽ വരട്ടെ. എന്റെ മകനെ, എന്റെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. ആമേൻ. ആത്മബലത്താലേ കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നാമകാമഹാശമേ. ഇനി ശോകമില്ല, ജയം നാമകാമഹാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ, ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം നീടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക.
എന്നുള്ള അടിമനുഖം മാറുവാൻ, കപടഭക്തി എന്നുള്ള അടിമനുഖം മാറുവാൻ ഇതിൽ നിന്നൊരു വിടുതൽ വേണം. കള്ളുകുടിയിൽ നിന്നൊരു വിടുതൽ വേണം. കള്ളം പറച്ചിൽ നിന്നൊരു വിടുതൽ വേണം. പാപ ജീവിതത്തിൽ എനിക്കൊരു വിടുതൽ വേണമെന്ന് യഥാർത്ഥമായി ചിന്തിക്കുന്ന ദൈവമക്കൾ എല്ലാവരുടെ കണ്ണുകളും അടയട്ടെ. അങ്ങനെ ഉള്ളവർ ഒന്ന് എഴുന്നേൽക്കുക. നിങ്ങൾ ആരും നോക്കുന്നില്ല, ആരും കണ്ണുകൾ തുറക്കരുത്, ആരും കണ്ണുകൾ തുറക്കരുത്. ആമേൻ, 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 ആമേൻ. ആരും കണ്ണുകൾ തുറക്കരുത്. ദൈവസന്നിധിയിൽ പൊട്ടിക്കരയുക, കർത്താവിന്റെ സന്നിധിയിൽ പൊട്ടിക്കരയുക. യേശു കർത്താവേ, ഇവർ ഓരോരുത്തരെയും വിശുദ്ധനാക്കണമേ, വിശുദ്ധനാക്കണമേ. പാപ കയറുകൾ ഇന്ന് അറ്റുപോകട്ടെ, ഇന്ന് അറ്റുപോകട്ടപ്പാ, ഇന്ന് അറ്റുപോകട്ടെ. അടിമ നുഖം തകർന്നു പോകട്ടെ രാജ. ആമേ. സ്വർഗത്തിന്റെ രക്ഷയുടെ സഖി ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങട്ടെ, ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങട്ടെ. ഇപ്പോൾ 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 ശുദ്ധീകരണം, ശുദ്ധീകരണം, ശുദ്ധീകരണം. കള്ളുകുടി മാറിപ്പോകുന്നു, ബീഡി വലി മാറിപ്പോകുന്നു, ലഹരി മാറിപ്പോകുന്നു, വേശിത്തനം മാറിപ്പോകുന്നു. ആമേ. ദിവ്യ സ്വഭാവം, ദിവ്യ സ്വഭാവം, ദിവ്യ സ്വഭാവം. ആമേൻ. സ്തുതിച്ചുകൊണ്ടേ നിൽക്കാം. വിദേശത്തിൽ പ്രിയപ്പെട്ടവരാക്കിയിട്ട് ജോലിയില്ല, കിട്ടിയ ജോലിയും വേറെ ജോലിയാണ്, ശമ്പളം കിട്ടുന്നില്ല, ആഹാരം പോലും കിട്ടുന്നില്ല, പീഡനമാണ്. അവിടെ നിൽക്കുവാൻ മതിയായ റിപ്പോർട്ടുകൾ, കയ്യിൽ ഡോക്യുമെന്റുകളില്ല, വിദേശത്തിൽ പോകുവാൻ തടസ്സമാണ്. ഇങ്ങനെ ഉള്ളത് മക്കൾ എഴുന്നേൽക്കുക. കർത്താവ് ഇന്ന് വിടുതൽ കൽപ്പിക്കും, ഇപ്പോൾ വിടുതൽ കൽപ്പിക്കും. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി ആരിക്കരുത്, എഴുന്നേറ്റ് തന്നെ നിൽക്കുക. അതോടൊപ്പം ഈ കാര്യത്തിനായി അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, കൃപ വ്യാപരിക്കുന്നു. വിദേശത്തിൽ അടിമകളായി കഴിയുന്ന നിങ്ങളുടെ സഹോദരങ്ങള് ഇപ്പോൾ മോചിക്കണമേ, ഇപ്പോൾ മോചിക്കണമേ, ഇപ്പോൾ മോചിക്കണമേ. മനസ്സലിയണം, മനസ്സലിയണം. ദൈവാത്മാവിന്റെ അഭിഷേകത്തിനാൽ ദാഹിക്കുന്ന ദൈവമക്കൾ എഴുന്നേറ്റ് നിന്ന് കരം ഉയർത്തിക്കൊള്ളുക. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. അടിമ നുഖങ്ങള് എന്നേക്കുമായി അങ്ങ് തകർത്തതിനായി സ്തോത്രം, 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 സ്തോത്രം. കാകള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങൾ ഏറ്റെന്ന് പ്രിയനെ കാണാറാ. കാകള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങൾ ഏറ്റെന്ന് പ്രിയനെ കാണാറാ. എന്നോ നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. എന്നോ നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഇരിക്കാം. രണ്ടാമത് ജെറേമിയ 30:8. ജെറേമിയ 30:8. അന്ന് ഞാൻ അവന്റെ മുഖം നിന്റെ കഴുത്തു നിന്ന് ഒടിച്ച് ബന്ധനങ്ങളെ ആർത്തുകളയും, അന്യന്മാർ ഇനി അവനെ കൊണ്ട് സേവ ചെയ്യിക്കുമില്ല എന്ന്. ഒരിക്കൽ കൂടെ ആ വചനത്തിന്റെ ആദ്യ ഭാഗം മാത്രം. അന്ന് ഞാൻ അവന്റെ മുഖം നിന്റെ കഴുത്തു നിന്ന് ഒടിച്ച്, അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ച് ബന്ധനങ്ങളെ ആർത്തുകളയും, ബന്ധനങ്ങൾ അറുത്തുകളയും. ഈ മുഖം അന്തിക്രിസ്തു എന്നുള്ള മുഖം. ശ്രദ്ധിച്ച് കേൾക്കാം. ഇതുപോലൊരു പ്രസംഗം എവിടെ പോയാലും കേൾക്കാൻ കഴിയത്തില്ല.
എനിക്ക് ഇത് ബൈബിൾ കോളേജിൽ നിന്ന് കിട്ടിയതല്ല, സെമിനറിയിൽ നിന്ന് കിട്ടിയതല്ല, ദൈവത്തിന്റെ പൊൻപാദത്തിൽ നിന്ന് കർത്താവ് എനിക്ക് തന്നതാണ്. ആമേ ആമേ. നുഖം, അടിമനുഖം, പാപം എന്നുള്ള അടിമനുഖം, കപടഭക്തി എന്നുള്ള അടിമനുഖം തകർന്നു പോകും അഭിഷേകത്തിന്റെ മുമ്പിൽ. അടുത്ത് നാം ധ്യാനിക്കുവാൻ പോകുന്നത് അന്തിക്രിസ്തു എന്നുള്ള അടിമനുഖം. അന്ന് ഞാൻ എന്ന് അതിന്റെ മുമ്പുള്ള വചനത്തിൽ അതിന്റെ മറുപടി ഉണ്ട്. ജെരേമിയ 30:7. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു. കഷ്ടം അത് യാക്കോബിന് കഷ്ടകാലം തന്നെ. യാക്കോബിന്റെ കഷ്ടകാലം, ആ നാൾ, ആ ദിവസം, ഇൻ ദാറ്റ് ഡേ, ആ ദിവസം യാക്കോബിന്റെ കഷ്ടകാലം. The time of Jacob's trouble. The Bible says the time of Jacob's trouble. അന്തിക്രിസ്തുവിന്റെ കാലം, യാക്കോബിന്റെ കഷ്ടകാലം. ഇവിടെ യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയുന്നതും വെളിപ്പാട് പുസ്തകം 7:14 മഹാകഷ്ടകാലം എന്ന് പറയുന്നതും ഒന്നാണ്. എന്താണ് യാക്കോബിന്റെ കഷ്ടകാലം? അപ്പോസ്തല പ്രവൃത്തികൾ 12:2 യോഹന്നാന്റെ ഉടമ്പറപ്പ് യാക്കോബിന് കർത്താവിന്റെ സാക്ഷിയായി നിന്നത് കൊണ്ട് ഹെരോദാവ് ചക്രവർത്തി വാള് കൊണ്ട് കൊന്ന്. കഷ്ടം, കഷ്ടം. സത്യത്തിന്റെ സാക്ഷിയെ വാള് കൊണ്ട് കൊന്ന് അടക്കാട്ടിലും ഭീകരമായ കഷ്ടത ഇടാ പീഡനകാലത്ത് വരാൻ പോകുന്നു. മഹാപീഡനകാലത്ത് വരാൻ പോകുന്നു. 7 ആണ്ടുകൾ പീഡനകാലം. ആദ്യ 3.5 വർഷം പീഡനകാലം, അടുത്ത 3.5 വർഷം, അവസാനം 3.5 വർഷം മഹാപീഡനകാലം. ആ അന്തിക്രിസ്തുവിന്റെ നുഖത്തിൽ നിന്ന് എന്റെ ജനത്തെ ഞാൻ മോചിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കിത് വിശദീകരിക്കാം. വെളിപ്പാട് പുസ്തകം 11 2-3 വചനങ്ങളിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മഹാപീഡന കാലത്തിന്റെ മധ്യഭാഗത്ത് സ്വർഗത്തിൽ നിന്ന് 2 സാക്ഷികൾ ഇറങ്ങി വരും. 2 സാക്ഷികൾ ഇറങ്ങി വരും. ആരൊക്കെയാണ് ഈ 2 സാക്ഷികൾ? ഐ റെഫേർഡ് ഓൾ ഇന്റർപ്രറ്റഡ് ബുക്സ്. വ്യാഖ്യാനം, ബൈബിളിന്റെ വ്യാഖ്യാനത്തിന്റെ പുസ്തകങ്ങളെല്ലാം തേടി അന്വേഷിച്ച് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മോശയും എലിജാവും. കാരണം മോശയും എലിജാവുമാണ് മറുവ മലത്തിൽ പ്രത്യക്ഷമായത്. ഞാൻ ആ വ്യാഖ്യാനങ്ങളൊക്കെയും എന്റെ കർത്താവിന്റെ പാദത്തിൽ വെച്ച്, ഇതാണോ ശരി കർത്താവേ? അങ്ങയുടെ ജനത്തോട് ശരി പ്രസംഗിക്കുവാൻ എനിക്ക് ജ്ഞാനം തരണമേ. കർത്താവ് നൽകിയ വ്യാഖ്യാനം അതല്ല. മോശയും എലിജാവുമല്ല 2 സാക്ഷികൾ. കർത്താവ് വചനത്തിന് അടിസ്ഥാനത്തിലേക്ക് മറുപടി നൽകി. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന എബ്രായർ 9:27 പ്രകാരം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക്. ആമേ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ മരിക്കുകയും മനുഷ്യനായി ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട്. ഈ മരണത്തിൽ നിന്ന് ആർക്കും തന്നെ എസ്കേപ്പ് ആകുവാൻ കഴിയില്ല. എല്ലാവർക്കും മരണമുണ്ട്. ലോക ചരിത്രത്തിൽ മരണത്തിൽ നിന്ന് എസ്കേപ്പായി പോയ വ്യക്തികൾ 2 പേർ. ഒന്ന് ഉൽപ്പത്തി 5:24 ഏനോക്ക് പ്രവാചകൻ. 2 രാജാക്കന്മാർ 2:11 എലിജ പ്രവാചകൻ. അവർ ഇതുവരെ മരിച്ചിട്ടില്ല. അവർ ദൈവത്തിന്റെ സാക്ഷിയായി ഇപ്പോഴും സ്വർഗത്തിലുണ്ട്. ഈ 2 സാക്ഷികളും മരണം കാണാതെ സ്വർഗത്തിൽ എടുക്കപ്പെട്ട 2 സാക്ഷികളും എബ്രായർ 9:27 നിർവാഹുവാൻ വേണ്ടി ലോകത്തിന്റെ അന്ത്യത്തിന്റെ മുമ്പ് അവർ ഇവിടെ ഇറങ്ങി വരും. ജെറുസലേം പട്ടണത്തിൽ ഇറങ്ങി വരും. അവർക്ക് അധികാരമുണ്ട്. അവർക്ക് വിരോധമായി നിൽക്കുന്നവരെ വായിൽ നിന്ന് തീ പുറപ്പെടുവിച്ച് നശിപ്പിക്കുവാൻ, മഴ പെയ്യാതെ വാനത്തെ അടയ്ക്കുവാൻ, ലോക മനുഷ്യരെ ദണ്ഡിക്കുവാൻ,
ഭൂമിയിലുള്ള വെള്ളത്തെ രക്തമാക്കുവാൻ ഇവർക്ക് അധികാരമുണ്ട്. അത്ര അധികാരമുള്ള ഈ രണ്ട് സാക്ഷികളെയും വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 2-3 അതിനുശേഷമുള്ള വചനങ്ങളിൽ ഈ രണ്ട് സാക്ഷികൾ ഇറങ്ങി 42 മാസങ്ങൾ അഥവാ 1260 ദിവസങ്ങൾ അഥവാ 3.5 വർഷം ജെറുസലേമിന്റെ തിരുവേദികളിൽ അവർ പ്രസംഗിക്കും. അങ്ങനെ 3.5 ആണ്ട് തീരുമ്പോൾ മഹാപീഡനകാലം തുടങ്ങും. മഹാപീഡനകാലം തുടങ്ങുന്ന അച്ചാരമായി വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 7-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആഴത്തിൽ നിന്ന് അന്തിക്രിസ്തു എഴുന്നേൽക്കും. ആമേൻ. പിന്നെ മഹാ ഉപദ്രവകാലം. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു സുവാർത്ത ഉണ്ട്. ഈ പീഡനകാലം തുടങ്ങും മുമ്പ് തന്നെ, 2 സാക്ഷികൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും മുമ്പ് തന്നെ നമ്മുടെ രക്ഷിതാവ് പിതാവാം ദൈവത്തിന്റെ മഹത്വത്തിൽ മധ്യാകാശത്തിൽ വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും ഭൂമിയിൽ നിന്ന് അവൻ എടുത്ത് മധ്യാകാശത്തിൽ കൊണ്ടുപോകും. പിന്നെയാണ് ഇവിടെ പീഡനകാലം. പിന്നെയാണ്. അതാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിനെ സ്വീകരിച്ച ദൈവ പൈതലെ, നിന്റെ തോളിൽ നിന്ന് അന്തിക്രിസ്തു എന്നുള്ള നുകത്ത് ഞാൻ തകർത്ത് കളയും. It is so easy to escape from Antichrist. The easiest way, open your mouth, open your heart and accept Jesus as your personal savior. വളരെ എളുപ്പമാണ് രക്ഷ പ്രാപിക്കുവാൻ. ഇതിൽ കഠിനമൊന്നുമില്ല. കയ്യിരിപ്പ്, അഴുക്ക് എല്ലാം വിട്ടെറിഞ്ഞിക്കൊണ്ട് എന്റെ അപ്പനെ രക്ഷിതാവായി സ്വീകരിക്കുക. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ ഇത് മാറിപ്പോകും. മഹാപീഡന കാലത്തിൽ മാത്രമല്ല അന്തിക്രിസ്തു. ശ്രദ്ധിക്കുക. 1 യോഹന്നാൻ 4:4. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചു വിഴിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. 1 യോഹന്നാൻ 4:4. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ തന്നെ ലോകത്തിൽ അന്തിക്രിസ്തു ഉണ്ട് എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. അത് അന്ന് മാത്രമല്ല ഞാൻ പോകുന്നത്, ഇന്നും ഉണ്ട്. നമ്മുടെ ലോകത്തിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ പള്ളിക്കകത്തുണ്ട്, നമ്മുടെ പുൽപ്പിറ്റിലുണ്ട്. അന്തിക്രിസ്തു ആരാണ്? അന്തിക്രിസ്തു വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന 2 ദശമയ്ക്ക് 2-ാം അധ്യായം 4-ാം വചനത്തിൽ ഇവൻ ദൈവത്തിന്റെ എതിരാളി, ക്രിസ്തുവിന്റെ എതിരാളി. അവൻ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമെന്ന് നടിച്ചു. ഇവന്റെ സ്ഥാനം ദേവാലയമാണ്. ദേവാലയത്തിൽ നിന്ന് നടിക്കുന്നവൻ. ഇന്ന് എത്രയോ ആൾ ദൈവങ്ങൾ ഇവിടെ ഇന്ത്യ ഭാരതത്തിലുണ്ട്. ഓ, തിനുസായി. ഒരുത്തൻ മുടി, ഒരുത്തൻ മൊട്ട, ഒരുത്തൻ പറങ്ങിത്തല, എത്രയോ ആൾ ദൈവങ്ങൾ. ദൈവമെന്ന് നടിക്കുന്ന മനുഷ്യർ. ദൈവമെന്ന് അവർക്ക് സംരക്ഷ കൊടുപ്പാൻ നമ്മുടെ ഗവൺമെന്റ്. ദൈവമെന്ന് നടിക്കുന്ന ആൾ ദൈവങ്ങൾ അന്തിക്രിസ്തു. അതാണ് അന്തിക്രിസ്തു. 2 ദശമയ്ക്ക് 2-ാം അധ്യായം 9-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഇവൻ വ്യാജ അടയാളം പ്രവർത്തിക്കുന്നവൻ. തുള്ളുന്നതുപോലെ തോന്നും, ഛർദിക്കും, വിഗ്രഹം ഇങ്ങനെ ആടും, എണ്ണ വീഴും. വ്യാജ അടയാളം. സാത്താൻ പ്രവർത്തിക്കുന്നത് വ്യാജ അടയാളം നിന്നെ ബന്ധനത്തിലേക്ക് നയിക്കും. എന്റെ അപ്പൻ ക്രിസ്തു പ്രവർത്തിക്കുന്നത് അത്ഭുതം നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും.
അവസാനം 1 യോഹന്നാൻ 4-ാം അധ്യായം 3-ാം വചനം നമ്മ പഠിപ്പിക്കുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവൻ അന്തിക്രിസ്തു. നമ്മുടെ വീട്ടിലുണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത വ്യക്തികൾ, നമ്മുടെ പള്ളിക്കകത്ത് പോലുമുണ്ട്. അവനാണ് അന്തിക്രിസ്തു. ഇന്ന് ഹൃദയം തുറന്ന് രക്ഷിതാവിനെ സ്വന്തം രക്ഷിതാവിനായി സ്വീകരിച്ചിട്ട് പോകാം. അന്തിക്രിസ്തുവിന്റെ മുഖം മുറിഞ്ഞിപ്പോകും. 3-ാമത് 1 രാജാക്കന്മാർ 12:4. രഹമ്യാമനോട് സംസാരിച്ചു, നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു, നിന്റെ അപ്പന്റെ കഠിന വേലയും അവൻ ഞങ്ങളുടെ മേൽ വച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും നീ ഭാരം കുറച്ചു തരണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. സോളമൻ ചക്രവർത്തിയുടെ മകൻ, ഇസ്രായേൽ രാജ്യത്തിന്റെ അടുത്ത രാജാവ് റഹബയോം, അവന്റെ അടുക്കൽ വന്ന് ജനസമൂഹം നിലവിളിച്ച്, നിങ്ങളുടെ അപ്പൻ സോളമൻ ഭാരമെന്നുള്ള നുകം ഞങ്ങളുടെ തലയിൽ വെച്ച്. ആദ്യം നാം ശ്രദ്ധിച്ചത് അടിമനുഖം, പാപം എന്നുള്ള അടിമനുഖം, കപടഭക്തി എന്നുള്ള അടിമനുഖം. 2-ാമത് നാം ധ്യാനിച്ചത് അന്തിക്രിസ്തു എന്നുള്ള നുഖം. പുഷ്ടി നിമിത്തം ഈ നുഖങ്ങളൊക്കെയും തകർന്നു പോകും. 3-ാമത് നാം ധ്യാനിക്കുവാൻ പോകുന്നത് രാജാവ് ചില പ്രജകളുടെ തലയിൽ നിർബന്ധിച്ച് ഏൽപ്പിച്ചു കൊടുത്ത ഭാരം എന്നുള്ള നുഖം. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന 1 രാജാക്കന്മാർ 11-ാം അധ്യായം 42-ാം വചനത്തിൽ സോളമൻ ചക്രവർത്തി ഇസ്രായേൽ രാജ്യത്തെ 40 ആണ്ടുകാലം വാണ്. ഈ 40 ആണ്ടുകളിൽ സോളമൻ ചക്രവർത്തി 20 ആണ്ടുകൾ ആലയം പണിയുവാനും രാജധാനി ഉണ്ടാക്കുവാനും ഉപയോഗിച്ചു. 1 രാജാക്കന്മാർ 6:7 വെട്ടുക്കുഴിയിൽ വെച്ച് തന്നെ കല്ലുകൾ പണി തീർത്ത് കൊണ്ടുവന്ന് 20 ആണ്ടുകളായി കഠിനമായി അധ്വാനിച്ച് ആലയം പണി തീർത്തി. 1 രാജാക്കന്മാർ 10-ാം അധ്യായം 5-ാം വചനം നമ്മ പഠിപ്പിക്കുന്ന സോളമൻ ചക്രവർത്തിയുടെ ഡൈനിങ് ടേബിൾ പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന ഭക്ഷണം, അവന്റെ ശുശ്രൂഷകന്മാരുടെ വസ്ത്രം, ഇരുപ്പ്, നിൽപ്പ്, താൻ താമസിക്കുന്ന രാജധാനിയിൽ നിന്ന് ടെമ്പിൾ ആലയത്തിൽ പോകുവാൻ അവൻ ഒരുക്കിയിരുന്ന പെരുവഴി, ഇതിന്റെ മനോഹരം കണ്ടിട്ട് ശേബാറാണി അമ്പരന്ന് പോയി. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന 1 രാജാക്കന്മാർ 10-ാം അധ്യായം 18-19 വചനങ്ങളിൽ തങ്കം കൊണ്ട് വലിയ സിംഹാസനം പണിത് തങ്കം കൊണ്ട് അതിനെ പൊതിഞ്ഞ് 2 കൈത്താങ്കലുകൾ, 2 കൈത്താങ്കളുടെ അടുക്കൽ നിൽക്കുവാൻ 2 സിംഹം. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന 1 രാജാക്കന്മാർ 10-ാം അധ്യായം 21-ാം വചനത്തിൽ സോളമന്റെ കൊട്ടാരത്തിൽ പാനപാത്രങ്ങൾ ഒക്കെയും പൊന്നുകൊണ്ട് ചെയ്തതാണ്. ലെബനാൻ വനത്തിൽ ഒരു ഗസ്റ്റ് ഹൗസ് സോളമന് ഉണ്ട്. അവിടുത്തെ പാനപാത്രങ്ങളൊക്കെയും ശുദ്ധ തങ്കം കൊണ്ട് ചെയ്തതാണ്. വെള്ളിക്ക് വിലയില്ലായിരുന്നു. ഇത്രയും അവൻ ചെയ്ത് മുടിച്ചു. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഇത് ഒരു ഭാഗം. മറുഭാഗം ജനത്തിന്റെ ക്ഷേമത്തിനായി സോളമൻ ഒന്നും ചെയ്തില്ല. ജനം നിലവിളിക്കുന്നു, നിന്റെ അപ്പൻ ഞങ്ങൾക്ക് വച്ചിട്ട് പോയത് ഭാരം. ഇവിടെ മാറി മാറി വരുന്ന ഗവൺമെന്റുകളുണ്ട്. നിലവിലുള്ള ഗവൺമെന്റിനെ കണ്ട് ജനം പൊറുതിമുട്ടി നിലവിളിക്കും, ഓ മറ്റവന്റെ ഗവൺമെന്റ് വന്നാൽ നന്നായിരിക്കും. യുവമാര് 2 പേര് മാറി മാറി വന്നാലും ജനത്തിന് വച്ചിട്ട് പോകുന്നത് ഭാരമാണ്. ഭാരം. ജനത്തിന്റെ ക്ഷേമത്തിനായി സോളമൻ ഒന്നും ചെയ്തില്ല. 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അന്യജാതി സ്ത്രീകളെ തന്റെ വപ്പാട്ടികളായി വെച്ചു. അന്യജാതി സ്ത്രീകൾ ദൈവസന്നിധിയിൽ നിന്ന് സോളമന്റെ ഹൃദയത്തെ അവരുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് അവൻ വീണുപോയി.
ദൈവത്തോടുള്ള ബന്ധം നേരായിരുന്നാൽ എല്ലാ കാര്യവും നേരായിരിക്കും. ദൈവത്തോടുള്ള ബന്ധം തകർന്നു പോയാൽ എല്ലാം താറുമാറാണ്. So my brother, my sister, set your contact with God right now. നീ ഏത് ജാതിയോ ഏത് മതത്തിൽപ്പെട്ട ആളോ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളോ, ഞാൻ പ്രസംഗിക്കുന്ന സത്യ നിത്യ ദൈവത്തോടുള്ള ബന്ധം ഇപ്പോൾ നേരെയാക്കിക്കൊള്ളുക. എങ്കിൽ എല്ലാ കാര്യവും നേരെയാകും. ദൈവത്തോടുള്ള ബന്ധം തകർന്നപ്പോൾ വീട്ടിന്റെ അകത്ത് പ്രശ്നം, രാജ്യത്തിന്റെ അകത്ത് പ്രശ്നം, രാജ്യത്തിന്റെ പുറത്ത് എതിരാളികൾ. ഇവൻ പൊറുതിമുട്ടി. 40 ആണ്ടുകാല ഭരണത്തിന് ശേഷം ശലോമോൻ മരിച്ചു. മകൻ റഹബിയോം രാജാവായി. ജനം കൂടി, അയ്യോ നിന്റെ അപ്പൻ വച്ചിട്ടു പോയത് ഞങ്ങൾക്ക് ഭാരമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രജ, ഒരു വ്യക്തി, ഒരു പൗരൻ 7 മതം സ്വീകരിപ്പാനും അതിനെ പ്രചരിപ്പാനും ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. ആർക്കും അത് വെല്ലുവിളിക്കാൻ പറ്റത്തില്ല. മതം 7 മതം സ്വീകരിപ്പാനും സ്വീകരിച്ച മതം പ്രചരിപ്പാനും ഫണ്ടമെന്റൽ റൈറ്റിലുണ്ട്. പക്ഷെ നമ്മളുടെ ഭരണകൂടം ചെയ്യുന്നത്, ഒരാൾ ക്രിസ്ത്യാനിയായി മാറിയാൽ അവന്റെ അനുകൂലം അവന് കിട്ടുന്നില്ല. ഇല്ലേ? ഇല്ലേ? അവൻ ക്രിസ്ത്യാനിയായി ഇല്ലാതിരിക്കുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന, പഠിത്തത്തിൽ കിട്ടുന്ന ബെനഫിറ്റ്, ഉദ്യോഗത്തിൽ കിട്ടുന്ന ബെനഫിറ്റ്, അവൻ പള്ളിക്കാരനായി മാറുമ്പോൾ അത് തീർന്നു പോകുന്ന, അതാണ് ഭാരം. അങ്ങനെ കഷ്ടം സഹിക്കുന്ന ദൈവമക്കളൊന്ന് എഴുന്നേറ്റാട്ടെ. ഞാൻ പള്ളിക്കാരനായത് കൊണ്ട് എന്റെ റിസർവേഷൻ പോയി, ഞാൻ പള്ളിക്കാരനായത് കൊണ്ട് എന്റെ അനുകൂലം എനിക്ക് നഷ്ടപ്പെട്ട്. അങ്ങനെയുള്ള ദൈവമക്കളൊന്ന് എഴുന്നേറ്റാട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഇവർക്ക് വിരോധമായി ഭരണകൂടം വച്ചിരിക്കുന്ന ഭാരമെന്നുള്ള നുകം ഇന്ന് തകർന്നു പോകണം. ബന്ധപ്പെട്ട വ്യക്തികളുടെ ഹൃദയത്തിൽ ഇന്ന് ചലനം ഉണ്ടാക്കിക്കണം കർത്താവ്. വാ തുറന്ന് യാചിച്ചാട്ടെ, കൈ ഉയർത്തി യാചിച്ചാട്ടെ, നിലവിളിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും എല്ലാവരും ആമേ ആമേ ആമേ. ഭരണകൂടം മതത്തിന്റെ അടിസ്ഥാനത്തിൽ വച്ചിരിക്കുന്ന ഭരണം, നിയമം ഇന്നോട് മാറിപ്പോകട്ടെ. മതത്തിന് ഒരു നീതി, ജാതിക്കൊരു നീതി, ഭാരം മാറിപ്പോകട്ടെ. കർത്താവേ, ഈ കാര്യത്തിൽ അങ്ങോട്ട് അത്ഭുതം ചെയ്യണമേ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. നിറച്ചതിനായ സ്തോത്രം. ഇരിക്കാം. അവസാനം വിലാപം 3-ാം അധ്യായം 27-ാം വചനം ശ്രദ്ധിപ്പിൻ. ബാല്യത്തിൽ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. ആമേൻ. ബാല്യത്തിലെ നുകം. നമ്പർ 1 അടിമനുകം, പാപം എന്നുള്ള അടിമനുകം, കപടഭക്തി വ്യാജഭക്തി എന്നുള്ള അടിമനുകം. നമ്പർ 2 അന്തിക്രിസ്തി എന്നുള്ള നുകം. നമ്പർ 3 മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രജകൾ മേൽ ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്ന ഭാരമെന്നുള്ള നുകം. അവസാനം ബാല്യത്തിലെ ഒരു വ്യക്തി ചുമക്കുന്ന നുകം. വേദപുസ്തകം പറയുന്നു, ബാല്യത്തിലെ നുകം ചുമക്കുന്നത്, കഷ്ടത സഹിക്കുന്നത് ഒരു പുരുഷന് നല്ലത്, നല്ലത്. ആമേ ആമേ. ചെറുപ്പത്തിൽ തന്നെ നിന്റെ പപ്പ മരിച്ചു പോയോ? ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചു പോയോ? സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്ന, അത് നിനക്ക് നല്ലത്, അത് നിനക്ക് നല്ലത്. ഇളം പ്രായത്തിൽ തന്നെ നിന്റെ ഭർത്താവ് മരിച്ചു പോയോ? മക്കൾ മരിച്ചു പോയോ? നിന്റെ ചെറുപ്പ പ്രായത്തിൽ തന്നെ നിന്നെ ജനം ഉപേക്ഷിച്ചുവോ, നിന്ദിച്ചുവോ? ആ നുകം ചുമക്കുന്നത് ഒരാൾക്ക് നല്ലത്. മോശെ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം
ഒന്നാം അധ്യായം 16 വചനത്തിൻ പ്രകാരം മോശ ജനിക്കുമ്പോൾ മോശയ്ക്ക് വിരോധമായി വിധി ഉണ്ടായിരുന്നു. ബാല്യത്തിൽ അവൻ ചുമന്ന നുകം. അവൻ ജനിക്കുമ്പോൾ തന്നെ അവന് വിരുദ്ധമായി ചട്ടം ഇവനെ കൊല്ലുവാൻ. അവൻ ജനിച്ച ഉടൻ തന്നെ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ അനാഥനാക്കപ്പെട്ട് നൈൽ നദി ദൂരത്ത് തൂക്കിയെറിയപ്പെട്ട് സ്വന്തം അമ്മ ഉണ്ടായിരുന്നും അവനെ വളർത്തിയത് വേറൊരു സ്ത്രീയാണ്. അവൻ എത്ര കഷ്ടം അനുഭവിച്ചു കാണും. സ്വന്തം അമ്മ അടുത്തുകൊണ്ട് മോശയെ വളർത്തിയത് ഫറവോന്റെ പുത്രി. ബാല്യത്തിലെ എത്ര നുകം ചുമന്ന് കാണും അവൻ, എത്ര കഷ്ടം നെരുക്കംപെട്ട് കാണും. ആ ബാല്യത്തിലെ നുകം ചുമന്ന ചെറുപ്പക്കാരന് മീക 6:4 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ തലവനായി കർത്താവ് കൊണ്ട് നിർത്തി. ഹല്ലേലൂയ. ബാല്യത്തിൽ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. രണ്ടാമത് ദൈവഭക്തൻ യാക്കോബ് ഒരു നേര ആഹാരത്തിനായി, ഒരു ഉടുവസ്ത്രത്തിനായി, ഒരു പാർപ്പിടത്തിനായി ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ ബെഥേൽ എന്നുള്ള ഗ്രാമത്തിൽ മണൽത്തറയിൽ നിന്ന് അവൻ നിലവിളിക്കുന്നു. മുകളിൽ ആകാശം, താഴെ ഭൂമി, കയ്യിലൊരു വടി, ഇതല്ലാതെ അവന് ഒന്നുമില്ല. അപ്പൻ ഉപേക്ഷിച്ച്, അമ്മ ഉപേക്ഷിച്ച്, അണ്ണൻ ഉപേക്ഷിച്ച് വീട് വിട്ട് പുറത്താക്കപ്പെട്ട് അടുത്ത ആഹാരത്തിന് വകയില്ല, അടുത്ത വസ്ത്രത്തിന് വകയില്ല, കിടപ്പിടമില്ല. ബാല്യത്തിലെ 18 20 വയസ്സിലെ യാക്കോബ് ചുമന്ന നുകം. ബാല്യത്തിലെ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്, ഒരു പുരുഷന് നല്ലത്. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഇവൻ ദൈവസന്നിധിയിൽ കരഞ്ഞ് അപേക്ഷിച്ചു. ഹോശിയ 12:4 ബാല്യത്തിലെ നുകം ചുമന്ന ഈ ചെറുപ്പക്കാരനെ കർത്താവ് ഉയർത്തി. ഇവന്റെ പേരിൽ ഒരു രാഷ്ട്രീയം കർത്താവ് സ്ഥാപിച്ചു. ഇസ്രായേൽ. വേറെ ഒരു രാജ്യവും ഒരാളുടെ പേരിലില്ല. ഒറ്റ രാജ്യം ലോകത്തിൽ ഇസ്രായേൽ. അത് ഇവന്റെ പേരിൽ ദൈവം ഉണ്ടാക്കിയതാണ്. ബാല്യത്തിൽ നുകം ചുമന്ന യാക്കോബ് ദൈവത്തിന് മതിക്കപ്പെടുന്നു. മൂന്നാമത് ജോസഫ്. സ്വന്തം സഹോദരന്മാർ കഷ്ടിച്ച് 17 വയസ്സുള്ളപ്പോൾ അപ്പൻ സ്നേഹത്തോട് അണിഞ്ഞു കൊടുത്ത വസ്ത്രം ഉരിഞ്ഞെടുത്ത് പൊട്ടക്കിണറ്റിൽ 17 വയസ്സ് ചെറുപ്പക്കാരനെ ഇട്ട് ബാല്യത്തിൽ സ്വന്തം സഹോദരന്മാർ കനിവില്ലാതെ പ്രവർത്തിച്ച് ബാല്യത്തിൽ അവൻ ചുമന്ന നുകം. പ്രിയമുള്ളവരെ, ചെയ്യാതെ കുറ്റത്തിനായി ജോസഫ് ജയിലിൽ അടയ്ക്കപ്പെട്ട് ബാല്യത്തിൽ അവൻ ചുമന്ന നുകം സ്വർഗത്തിലെ ദൈവം കണക്കെടുത്ത് ഒരു രാജ്യത്തെ ജോസഫിന്റെ മുമ്പിൽ മുട്ടുകുത്തിച്ച് എന്റെ കർത്താവ്. ആമേൻ. ദാനിയേലിന്റെ ചരിത്രം. കഷ്ടിച്ച് 15 വയസ്സുള്ളപ്പോൾ ദേശത്തിൽ നിന്ന് തടവറപ്പുള്ളിയായി കൊണ്ടുവരപ്പെട്ട ദാനിയേൽ അവന്റെ പ്രാർത്ഥന മാളിക മുറിയുടെ കിളിവാതിലുകൾ എപ്പോഴും സ്വർഗം നോക്കി തുറന്നിരുന്നത് കൊണ്ട് വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ദേശത്തിന്റെ രാജാവിന് ദാനിയേലിന്റെ മുമ്പിൽ മുട്ടുകുത്തിച്ച് കർത്താവ്. ബാല്യത്തിൽ ചുമന്ന നുകം നമുക്ക് നല്ലത്. എന്റെ 11ാമത്തെ വയസ്സിൽ എന്റെ പപ്പ മരിച്ചു. ഞാൻ അനാഥനായി. 20 വയസ്സിൽ ഞാൻ സെൽഗോൺ ഡിപ്പാർട്ട്മെന്റിൽ കയറിപ്പറ്റി. ഏകദേശം 10 ആണ്ടുകൾ ഞാൻ സഹിച്ച കഷ്ടത നിങ്ങൾ ആരും സഹിച്ചു കാണുകയില്ല. ഒരു വസ്ത്രം കൊണ്ട് ആണ്ടുകൾ കഴിച്ചു കൂട്ടി. ഒരു നേരം ആഹാരത്തിനായി വക്കില്ല, കിടപ്പിടമില്ല. അവസാനം ഈ ദൈവത്തെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം എന്നെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ചു.
നല്ല ആഹാരം കർത്താവ് തന്നു. ബെസ്റ്റ് ഫുഡ് നിങ്ങൾ ആരും കണ്ടു കാണുകയില്ല. അതുപോലെ രാജ്യങ്ങൾ കൊണ്ടുപോയി നല്ല ആഹാരം, ഏറ്റവും നല്ല വസ്ത്രം കർത്താവ് എനിക്ക് തന്നു. ഇഷ്ടം പോലെ വസ്ത്രം, നല്ല ഒരു പാർപ്പിടം കർത്താവ് എനിക്ക് തന്നു. കർത്താവിനെ സ്വീകരിച്ചതായി 10 ആണ്ടുകൾ കഷ്ടത കഥയും കണക്കെടുത്ത് മുമ്പിൽ വെച്ച ആഹാരം, ഇത് നിനക്കുള്ളതല്ല, നിനക്ക് ഈ ആഹാരമാണ് എന്ന് തള്ളി നീക്കിയ സന്ദർഭങ്ങളുടെ ബാല്യകാലത്തുണ്ടായിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവം ഇത് കണ്ട് കണക്കെടുത്ത് എന്നെ കർത്താവ് ഉയർത്തി. അനേകർക്ക് അനുഗ്രഹം. മുഖസ്തുതി ആഗ്രഹിക്കുന്നവനും സമ്പന്നനുമായ ഒരാൾ. രണ്ടാമത്തെ ആൾ ബുദ്ധിമാനും ദാരിദ്ര്യവാസിയുമായ ആൾ. രണ്ടുപേരും കണ്ടുമുട്ടി. ഈ മുഖസ്തുതി ആഗ്രഹിക്കുന്ന അവന്റെ കരത്തിൽ $1000 ഉണ്ട്. മറ്റേ ദാരിദ്ര്യവാസിയോട് ഇവൻ ചോദിച്ച്, ചങ്ങാതി, ഈ $1000 $100 നിനക്ക് ഞാൻ തരാം, നീ എന്നെ ബഹുമാനിക്കുമോ? അപ്പോ ഈ ദാരിദ്ര്യവാസി ബുദ്ധിമാൻ പറഞ്ഞ്, നീതിയുടെ അടിസ്ഥാനത്തിൽ പങ്കുവയ്ക്കാത്ത 1000 ഉള്ള സ്ഥലത്ത് 100 തരുന്നവന് എന്തിന് ഞാൻ ബഹുമാനിക്കണം? നീതി പ്രവർത്തിക്കാത്തവനെ എന്തിന് ഞാൻ ബഹുമാനിക്കണം? അപ്പോൾ ഇയാൾ പറഞ്ഞ്, എന്നാൽ $1000 $500 നിനക്ക് തരാം, എന്നെ നീ ബഹുമാനിക്കുമോ? $500 എനിക്ക് വന്നാൽ നിനക്കും 500 ആണ്. രണ്ടുപേരും സമമായി പോയല്ല, പിന്നെ എന്തിനാ ഞാൻ എന്നെ ബഹുമാനിക്കണം? മൂന്നാമത് ഇവൻ പറഞ്ഞു, ഈ 1000 നിനക്ക് തന്നാൽ നീ എന്നെ ബഹുമാനിക്കുമോ? കയ്യിലുള്ളതിനെ കരസ്ഥമാക്കി കഴിഞ്ഞാൽ ഏവനെങ്കിലും മറ്റവനെ ബഹുമാനിക്കുമോ? പ്രിയമുള്ളവരെ, എന്തെങ്കിലും കൊടുത്ത് വാങ്ങാനുള്ളതല്ല ദൈവകൃപ. പണം കൊടുത്ത് വാങ്ങാനുള്ളതല്ല ദൈവകൃപ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന എഫേസ്യർ 4:7 പ്രകാരം ക്രിസ്തുവിന്റെ ദാനത്തിന് ഒത്തവണ്ണം കൃപ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ദാനത്തിന് ഒത്തവണ്ണം കൃപ. ആ കൃപ നമുക്ക് ശക്തി നൽകും, അഥവാ പുഷ്ടി നൽകും. ആ പുഷ്ടി സർവനുഖങ്ങളെയും തകർക്കും. നമുക്ക് എഴുന്നേൽക്കാം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. വാൻ തുറന്ന് യാചിക്കുക, വാൻ തുറന്ന് യാചിക്കുക. ഹല്ലേലൂയ. ഹൃദയം തുറക്കാം. കേട്ട വചനത്തിനായി ദൈവത്തെ സ്തുതിക്കാം. കേട്ട വചനത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്താം. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. നന്ദി, 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 നന്ദി. നന്ദി കർത്താവ്, നന്ദി കർത്താവ്, നന്ദി കർത്താവ്, നന്ദി കർത്താവ്, നന്ദി കർത്താവ്. ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരം ഉയർത്തി, കരം തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇത് വിടുതലിൻ ദിവസം. അനേകരുടെ കുടുംബ ജീവിതത്തെ ബന്ധിച്ചു വച്ചിരിക്കുന്ന സാത്താന്റെ കയറുകൾ ഇപ്പോൾ അറ്റുപോകുന്ന ദിവസമാണ്. ആമേൻ, ആമേൻ. ബന്ധനക്കെട്ടുകളിൽ ഒരു വിവാഹം നടക്കുവാൻ കഴിയാതെ, കുടുംബ ജീവിതത്തിൽ തലമുറയെ കാണാൻ കഴിയാതെ, ഒരു വീട് പണിയുവാൻ കഴിയാതെ, ഒരു പ്രമോഷൻ ലഭിക്കുവാൻ കഴിയാതെ, ഒരു വിവാഹം നടക്കുവാൻ കഴിയാതെ തടസ്സമുണ്ടാക്കുന്ന എല്ലാ മാന്ത്രിക കെട്ടുകളും ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് പുറത്താകട്ടെ. Set everyone free, O Lord. എല്ലാരെയും മോചിക്കണം. വാ തുറന്ന് പ്രാർത്ഥിക്കുക, വാ തുറന്ന് നിലവിളിക്കുക. ഉറങ്ങി ഉറങ്ങി നിൽക്കരുത്. സ്വർഗത്തിലെ അഭിഷേക തീ വ്യാപരിക്കുന്നു. വാ തുറന്നാട്ടെ. സാത്താന്റെ കയറുകൾ പൊട്ടട്ടെ, മാന്ത്രിക കയറുകൾ പൊട്ടട്ടെ. യേശുവിൻ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്ലീഡിങ്ങോട് നിലവിളിക്കുന്ന 3 സഹോദരിമാര് കർത്താവ് ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കുന്നു. റിസീവ് യുവർ ഹീലിംഗ്, റിസീവ് യുവർ ഹീലിംഗ്. ആമേൻ. എന്റെ വലതു ഭാഗത്തിൽ മൂക്കിൽ മാംസം വളർന്ന്
പഴുപ്പും രക്തവും അടിക്കുന്ന രീതിയിൽ എട്ടിയ ഒരു പിതാവിന് കർത്താവ് തുടർന്ന് സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ. തീ തീ തീ. ഓപ്പറേഷൻ കഴിഞ്ഞ് മരണത്തിന് യോഗ്യനായി മരണഭീതിയോട് എട്ടിയിരിക്കുന്ന 2 വ്യക്തികളെ കർത്താവ് തുടർന്ന് സൗഖ്യമാക്കുന്നു. ആമേൻ ആമേൻ. വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. ഹല്ലേലൂയ. ഉയർന്ന പഠിത്തം കണ്ടിന്യൂ ചെയ്യുവാൻ കഴിയാതെ സാമ്പത്തിക ബുദ്ധിമുട്ട്, സമാധാനം ഇല്ലായ്മ, ഉറക്കമില്ലായ്മ എട്ടിരിക്കുന്ന 4 വ്യക്തികളെ കർത്താവ് തൊട്ടിപ്പോൾ മോചിക്കുന്നു. ആരാണി സോമൻ? സോമൻ പാപ കയറുകൾ അകപ്പെട്ടിരുന്ന സോമൻ കർത്താവ് നിങ്ങളെ തൊട്ട് മോചിക്കുന്നു. സ്വർഗം താണിറങ്ങി വരുന്നു. കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. റഗ്ഗാലദണ്ഡനദബലജബ ലഞ്ജന ശഗാലദണ്ഡനദബ റഗ്ഗാലദണ്ഡനദബ. എല്ലാരും ആരാധിച്ചാട്ടെ. ആത്മാവിൽ നിറഞ്ഞ് എല്ലാരും 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 അങ്ങും ഇങ്ങും നോക്കി അലസതയോട് നിൽക്കരുത്. 2 മിനിറ്റ് മാത്രം നമ്മുടെ മുമ്പിൽ, 2 മിനിറ്റ് മാത്രം. വാ തുറക്കാം, വാ തുറക്കാം. അഗ്നി 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 അഗ്നി. കൃപ 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 കൃപ. റഗ്ഗാലദണ്ഡനദബ. കൃപ കൃപ കൃപ. തീ 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 തീ. ആത്മാവിൽ നിറയുക. രാജ വന്നിട്ടുണ്ട്. ദിവ്യ ശക്തിയിൽ നിറയുക. യേശുവിന്റെ ബലമുള്ള കരം നിങ്ങളെ സ്പർശിക്കുന്നു. തീ തീ തീ. കട്ടികൾ മാറുന്നു, മുളകൾ തെറിക്കുന്നു. യേശുവിൻ നാമത്തില് കുടൽ പുണ്ണ് ഇടിഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. അബോർഷൻ ത്രെറ്റനിങ്, അബോർഷനോട് നിലവിളിക്കുന്ന അനേക യുവതികളെ കർത്താവിനെ മോചിക്കുന്നു. ജീവൻ 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 ജീവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തീ 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 തീ. സ്വർഗത്തിലെ തീ. അഭിഷേകം പ്രാപിക്കുക, അഭിഷേകം പ്രാപിക്കുക, അഭിഷേകം പ്രാപിക്കുക, അഭിഷേകം പ്രാപിക്കുക. പുതുകൃപ പ്രാപിക്കുക, പുതുക്കം പ്രാപിക്കുക, പുഷ്ടി പ്രാപിക്കുക, അഭിഷേകം പ്രാപിക്കുക. തീ. അവൻ വന്നിട്ടുണ്ട്. രാജ വന്നിട്ടുണ്ട്. രാജ വന്നിട്ടുണ്ട്. അനേകരവൻ തുടർന്ന്, അനേകരവൻ തുടർന്ന്. വീട്ടിന്റെ അകത്ത് അന്തിക്രിസ്തു, അനേകരുടെ വീട്ടിന്റെ അകത്ത് അന്തിക്രിസ്തു, കിടക്ക മുറിയിൽ അന്തിക്രിസ്തു. അപ്പോ ഈ കുഞ്ഞുങ്ങളെ മോചിക്കണമേ. അന്തിക്രിസ്തുവിന്റെ കരത്തിൽ നിന്ന് ഇവരെ മോചിക്കണമേ. Set them free, set them free, set them free. റഗ്ഗാലദണ്ഡനല ജനശഗാലദണ്ഡനദബലജബ റഗ്ഗാലദണ്ഡനദബലജബ റശാലദ. വാ തുറക്ക, വാ തുറന്ന് അന്യ ഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ക്ഷീണം മാറിപ്പോകുന്നു, ബന്ധനം മാറിപ്പോകുന്നു, രോഗം മാറിപ്പോകുന്നു, ക്യാൻസർ മാറിപ്പോകുന്നു, ശാപം മാറിപ്പോകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപ 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 കൃപ. ദൈവകൃപ ദൈവകൃപ എല്ലാരിലും വാഴും. ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും. ഞാൻ വാഴും. ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും. ഞാൻ പാടും എന്നും എന്റെ പ്രിയനായ, പാടും എന്നും
എന്റെ പ്രിയനായി വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും. ആമേൻ, ആമേൻ, ആമേൻ. കൃപ വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എന്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എന്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ശമം അതിനാരംഭോ ശമം ഭൂകമ്പോ. ആമേൻ. അഗ്നി, 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 അഗ്നി. സർവ നൃഗങ്ങളെയും തകർക്കുന്ന ദുഷ്ടി, സർവ നൃഗങ്ങളെയും തകർക്കുന്ന ദുഷ്ടി, സർവ നൃഗങ്ങളെയും തകർക്കുന്ന ദുഷ്ടി, സർവ നൃഗങ്ങളെയും തകർക്കുന്ന ദുഷ്ടി. തീ 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 തീ. കൃപ 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 നിറച്ചതിനായി നന്ദി. മാനും മകട്ടം എടുത്തുകൊള്ളേണം. യേശുനാമത്തിൽ തന്നെ ഇരിക്കാം.